കൊണ്ട് എഴുതിയ വ്യവസ്ഥയിലും എന്താണ് മുജാഹിദുകളുടെ ആ രംഗത്തുള്ള നിലപാടെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല, മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, മന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ ഞാനന്ന് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പേരോടിപ്പോൾ അവസാനം പറയണ എന്താണെന്നറിയോ, അത് പഴയ നിയമമാണ്, ഇപ്പൊ പുതിയ നിയമമാണ്. മൗലവി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയണേ ഓരോരുത്തർക്കും ഓരോ മതം. അങ്ങനെ മൂപ്പര് പറയുന്നത് വാസ്തവത്തിൽ സഹോദരന്മാരെ, എന്നിട്ട് മൂപ്പരെന്താ പറയുന്നത്, ഇപ്പൊ പുതിയ നിയമമുണ്ട്. എന്താ പുതിയ നിയമം? പുതിയ നിയമം ഉമ്മർ മൗലവിയുടെ നിയമമാണ് അത്രേ. മറ്റേതൊക്കെ പോയി. അമാനി മൗലവി പരിഭാഷയിൽ എഴുതിയതും കുണ്ടുതോട് വ്യവസ്ഥയിലുള്ളതൊക്കെ പഴയത്. ഉമ്മർ മൗലവിയുടേതാണ് ഏറ്റവും പുതിയത്. അതിലെന്താ ഉമ്മർ മൗലവി എന്താ പറയുന്നത്? ഉമ്മർ മൗലവി മന്ത്രം അനുവദനീയാന്ന് പറഞ്ഞ ആളെന്നെ. മന്ത്രം ശിർക്കല്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദനീയാന്ന് പറഞ്ഞതാണ്. ആ ഭാഗം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദ്യം നിങ്ങൾ നോക്കൂ, എന്താ ഉമർ മൗലവി പറഞ്ഞത്. ചോദ്യോത്തരങ്ങൾ കേട്ടോളൂ. ചോദ്യം: മന്ത്രത്തെക്കുറിച്ചുള്ള ഹദീസ് ഏത്? അവയിൽ അനുവദനീയമായതേത്? ആ ചോദ്യത്തിന്, ഒരു വായനക്കാരന്റെ ചോദ്യത്തിന് മൗലവി ഇങ്ങനെ തെളിവ് നിരത്തിയിട്ട് മറുപടി പറഞ്ഞ് അതിൻ്റെ അതാ അവസാന ഭാഗത്ത് മൗലവി പറയാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന മുഖേനയും അള്ളാഹുവിനോട് പ്രാർത്ഥനയുമായുള്ള മന്ത്രമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല. മലക്കിൻ്റെയോ ജിന്നിൻ്റെയോ റസൂലിൻ്റെയോ നബിയുടെയോ വലിയിൻ്റെയോ പേരുകൾ മുഖേനയും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുള്ള മന്ത്രമാണെങ്കിൽ ശിർക്ക് തന്നെ. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിക്കൊണ്ടും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ടും ബുറുദ ബൈത്ത്, ബദർ ബൈത്ത് മുതലായത് ചൊല്ലിക്കൊണ്ടും ചില മുസ്ലിയാക്കൾ മന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെയും ശിർക്കാകുന്നു. ഒരു കാരണം സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ഉൾക്കാമ്പ്. ഇസ്ലാമിന് മുമ്പ് സ്വഹാബികൾ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളിൽ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ്, അതൊക്കെ ഹാജരാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പരിശോധിച്ചിട്ട് നിർദോഷമായി കണ്ടത് അനുവദിക്കുകയും ദോഷമായി കണ്ടത് വിരോധിക്കുകയും ചെയ്തു എന്ന് തീർച്ച. ഉമർ മൗലവി അതാ സൽസബിയിൽ രേഖപ്പെടുത്തുന്നു. ആ വാദത്തിൽ നിന്ന് ഉമർ മൗലവി പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ടില്ല. ഇപ്പൊ പുതിയ നിയമം പറയാൻ എന്താ ഉമർ മൗലവി ഇപ്പൊ ഹയാത്തിൽ പുതിയ ബുക്ക് എഴുതിയതാണോ? പുസ്തകത്തിന്റെ പുതുമ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയോ സാധു? ഈ പുസ്തകം എഴുതിയത് ഏത് കാലത്താണ്? ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. നിങ്ങൾ പറയൂ ഉമർ മൗലവി എവിടെയാണ് നിഷേധിച്ചത്? പക്ഷേ ഉമർ മൗലവി ഈ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ ചിലർ ജിന്നിന്റെയും ശൈത്താന്റെയും സഹായം തേടുക എന്ന ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതിക്കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? എന്നിട്ടതിൻ്റെ ശേഷം ചില കാര്യങ്ങൾ മൗലവി പറയുന്നുണ്ട്. അതെന്താ? അതിന് പുറമെ ഓതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും മന്ത്രിപ്പിക്കുകയോ എഴുതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും ഉറുക്കും പിഞ്ഞാണവും എഴുതിപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെയും അലിഖിതമായ എന്തോ നിയമവ്യവസ്ഥയുണ്ട്. ആത്മീയമായി എന്തോ വിശേഷ നിലപാടും ജിന്നിനെയും പിശാചിനെയും സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരെയാണ് ഈ ആവശ്യത്തിന് ആളുകൾ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും ഈ വ്യക്തിക്ക് അദൃശ്യവും ആത്മീയവുമായ ഒരു പരിഗണനയുണ്ട്. അതിനാൽ ശിർക്കിന്റെ ചുവയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇത് മൗലവി എഴുതിയിട്ടില്ലേ? അതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ ആ ഭാഗം വായിക്കാതെ മേലെയുള്ള വരി മാത്രം വായിച്ചതല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രത്യേകമായ കാര്യത്തിന് പ്രത്യേകതയുണ്ടെന്ന നിലക്ക് അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ജിന്നും അതുപോലെ തന്നെ പിശാചും ആഭിചാരവുമായി കൊണ്ട് സേവ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ആ അർത്ഥത്തിലല്ലേ മൗലവി പറഞ്ഞത്? അതല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഉമർ മൗലവി അതാ സൽസബീലിൽ തന്നെ ഏതൊക്കെയാണ് അനുവദനീയം, ഏതൊക്കെയാണ് അനനുവദനീയം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളിലൊക്കെ കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഉമർ മൗലവിയുടെ പുസ്തകം മനസ്സിലാവില്ല, അമാനി മൗലവി എഴുതിയത് മനസ്സിലാവില്ല, സ്വന്തം ഉസ്താദ് നെല്ലിക്കുത്ത് എഴുതിയത് പോലും മനസ്സിലാകാത്തയാളല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയത് മനസ്സിലാകും? അതുകൊണ്ട് ഉമർ മൗലവി അതാ സൽസബീലിൽ ഇനിയും വിശദമായി പല ലക്കങ്ങളിലായി ഇത് വിശദമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ബുദ്ധിമുട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പറയണേ, ഇനിയും വായിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഐക്കല്ലിനെ പറ്റി പറഞ്ഞപ്പോ ഐ കല്ല് എന്ന് മുറിച്ച് പറഞ്ഞു. അങ്ങനെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അൽമനാറിലേക്ക് ഓടിപ്പോയി. അൽമനാർ എന്നൊരു ലേഖനം വായിച്ചിട്ട് എന്താ കിട്ടിയത്? നിങ്ങൾ പറയും പോലെ ഐ കല്ല് എന്നിങ്ങനെ അതിന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അൽമനാർ വായിച്ചു നോക്കിയില്ലേ? പക്ഷേ അതിൽ നിന്നൊന്നും ഐ കല്ല് എന്നിങ്ങനെ വേർതിരിച്ചത് നിങ്ങൾക്കൊരിക്കലും തെളിയിക്കാനുമായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ മന്ത്രസംബന്ധമായ കുതന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. ഇപ്പോഴോ ഏതൊക്കെ നിലക്കുള്ള ആത്മീയ ചികിത്സാലയങ്ങളാണ് നടക്കുന്നത്. ഒരു ചികിത്സാരിയുടെ പേര് കേട്ടോളൂ. ആത്മീയ അറബിക് ചികിത്സാലയം പ്രമുഖ പണ്ഡിതനും ഷെയ്ഖ് യൂസഫ് മാലിക്കയുടെ ശിഷ്യനുമായ, പേര് കേട്ടോളൂ, ചിലപ്പോ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, സയ്യിദ് ടി കുരുമുളക് ഉസ്താദ്. പുതിയ ഉസ്താദാ ടി കുരുമുളക് ഉസ്താദ്. നിങ്ങൾക്കുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട്, ശാരീരികവും മാനസികവും ശിഹർ സംബന്ധിച്ചും വീട്ടിലുണ്ടാകുന്ന ശൈത്താനത്തിന്റെ ശല്യവും മാറാരോഗവും സ്ഥലം സംബന്ധിച്ചും വീട് സംബന്ധിച്ചും ചികിത്സ നടത്തുന്നു. കുരുമുളക് തങ്ങൾ സമീപിക്കുക. ടി കുരുമുളക് ഉസ്താദ്. നീ ഇവർക്കെന്തോരേ മന്ത്രങ്ങൾ, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതെല്ലാം മന്ത്രങ്ങളാ ഇതാരാ? ഈ കുറേ മന്ത്രങ്ങളുണ്ട്. ഇതിന്റെ ആളെ പേരെന്ന് പറഞ്ഞുതരാം. സൈനുദ്ദീൻ മുസ്ലിയാർ ഇബ്നു ഉമറുൽ ഖാദി. ഇതിൽ പറയുന്നു, ഉമറുൽ ഖാദിയുടെ മകൻ സൈനുദ്ദീൻ മുസ്ലിയാർ. ഈ പുസ്തകത്തിന്റെ പേര് മജ്മൂഉ ശിഫാ, രോഗശമന സമാഹാരം. ഇതിലൊക്കെ ഓരോന്നിനൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു മന്ത്രം കേട്ടോളൂ, മുഹബ്ബത്തിന് മന്ദിരം. മുഹബ്ബത്തിന് മന്ദിരം. എന്താ മന്ദിരം? ഒരുത്തി ഒരുത്തനോട് ഉരിയാടാതെ ഉണ്ട് എങ്കിൽ വല്ല ഭക്ഷണത്തിലും മന്ദിരിച്ച് തിന്നാൻ കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? അസല്ലാഹു അയ്യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദത്തൻ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറുർ റഹീം. മൂപ്പർക്ക് കിട്ടിയതാ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ. വേറെയും കുറേ ഉണ്ട്. ഇതിനൊക്കെ വായിക്കുകയാണെങ്കിൽ കണ്ടമാനുണ്ട്. കണ്ടോ, ഓരോ വരകളും കളികളും അതുപോലെ തന്നെ ധാരാളമുണ്ട്. പ്രത്യേക ചിത്രങ്ങളും കള്ളികളും കോലങ്ങളും രൂപങ്ങളും അതൊക്കെ പരീക്ഷിച്ച് ഫലമറിഞ്ഞതാണ് എന്ന പ്രത്യേകമായ ഫത്വയോടുകൂടി തന്നെ ഇറക്കിയത് കാണാൻ സാധിക്കും. ഇതിൽ വേറൊന്നുണ്ട്, എന്നെ കൊണ്ട് വായിക്കാൻ പറ്റൂല. എങ്ങനെ ഇത് വായിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മന്ദിരം, ഇത് ഒരു കള്ളിയാണെന്ന്. ആ കള്ളിക്കകത്തത് കുറേ മലയാളം എന്തൊക്കെയുണ്ട്. ഹുന എന്തിരി ഹരശൻ ഇല്ലത്ത് മൂഷികൻ കണ്ട് കാര്യം ആവത് താനും തലം മൊന്തും പറമ്പിൽ ബഷികളില്ലാഞ്ഞാൽ ചെമ്പ് കൂടാരത്തിൽ ഇരുമ്പ് കൂടാരം കരകര ബർപ്പാൻ സുഹാമിയൻ ഗരോനാഥ്. മനസ്സിലായി? എന്തേ മനസ്സിലായി? ജയന്തി മുസ്ലിയാരുടെ മന്ത്രാണ്. പലതുണ്ട്. ഇതൊക്കെ വായിക്കാൻ നടക്കൂല, ധാരാളമുണ്ട്. അപ്പൊ ഇത് രൂപത്തിൽ പിന്നെ എന്തൊക്കെ നിങ്ങളുടെ മന്ത്രങ്ങളുണ്ട്, നിങ്ങളതൊക്കെ തള്ളും. ഞാനിവിടെ പണ്ട് മുജറബാത്തു ദൈറബിയുടെ പരിഭാഷ വായിച്ചിരുന്നു. അത് നിങ്ങൾ പറഞ്ഞാൽ KV മുഹമ്മദ് മുസ്ലിയാരെ ഞങ്ങൾ തള്ളിയതാണ്. കാവിലവളപ്പിൽ മുഹമ്മദ് അല്ലേ അങ്ങനെയുള്ള മരിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത്, അത്രേ വില ഉണ്ടായുള്ളൂ. കാവിലവളപ്പിൽ മുഹമ്മദ് നിര്യാതനായി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങളതൊക്കെ തള്ളി. ഓരോ ദിവസവും ഞാൻ പറയില്ല, നിങ്ങൾ സമസ്ത മുഷാവറ പിരിയാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമസ്തന്റെ മുഷാവറ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇവിടുന്ന് ഓരോ പുതിയത് ഇങ്ങനെ വരുമ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും മറുപടി അറിയാം. കൂടന്നെ മുഷാവറ കൂടി തീരുമാനിക്കുക. ഞങ്ങൾക്കതുമായിട്ടൊരു ബന്ധമില്ല, ബന്ധം പോലുമില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ഇവിടെ ഇങ്ങനെ തെളിയിക്കട്ടെ. ഓരോന്നോരോന്ന് ഇവിടെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് പറയണം. ഇനി വേറൊരു പ്രശ്നം പറയുള്ളത് എന്താണെന്നറിയോ? വേറൊരു പ്രശ്നം പറയുന്നത്, ഇവിടെ ഒരു കത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു കത്ത്, സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പേഡിൽ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് കത്ത് കിട്ടിയിരുന്നു. മൗലവിമാർ ഓടിയെന്നാ അവിടെ പറഞ്ഞ്. മൗലവിമാരെ അതിന് മറുപടി കൊടുത്തോ അല്ലേ എനിക്കറിയില്ല എന്നാ പറഞ്ഞ്. എന്തായിരുന്നാലും അങ്ങനെ ഒരു കത്ത് ഓരോരുത്തർക്ക് കൈമാറി ഒരു കൂട്ടർ മറുപടി കൊടുത്തു. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായി എന്ന് എനിക്കറിയില്ല എന്ന് മൂപ്പർ പറയുന്നു. എന്നാ കഴിഞ്ഞ പ്രസംഗം നടന്നപ്പോ ഇവിടുത്തെ SYSന്റെ പ്രവർത്തകർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തില് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം രണ്ട് പണ്ഡിതന്മാരും ഇരുന്ന് മതപരമായ ഇവിടെ തർക്കം നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റേജിൽ ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണണം.
ഈ കത്ത് കൊടുത്ത